അന്ന് രാവിലെ. ആ പ്രതിഷ്ഠയാണ് സ്വസ്ഥതയിലേക്കുള്ള ഒരു വഴി, മാനവികതയിലേക്കുള്ള ഒരു വഴി തുറന്നു തരുന്ന തരത്തിൽ ഗുരു നമ്മുടെ മുൻപോട്ട് വെച്ചിട്ടുള്ള ഒരു ദർശനം എന്ന് പറയുന്നത്. അന്ന് ശിവപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഗുരുവിന് ചുറ്റും അഭിമാന പുളകിതരായി ആനന്ദതുന്ദരായിട്ടിരിക്കുകയാണ്. ഗുരുവും വളരെ സ്വസ്ഥനാണ്. പക്ഷെ ഗുരുവിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിൽ നിന്ന് ഗുരുക്കന്മാർ വ്യത്യസ്തമായിരിക്കുന്ന ഒരേ ഒരു ഇടം വിവരം കൊണ്ടൊന്നുമല്ല. എനിക്ക് തോന്നുന്നു നാരായണ ഗുരുവിനേക്കാൾ അറിവ് സ്പിനോസയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിവാണെങ്കിൽ ബർഗ്സനായിട്ട് നാരായണ ഗുരു തർക്കിച്ചാൽ നാരായണ ഗുരു ചിലപ്പോൾ തോറ്റു. പക്ഷേ അവരെ ഗുരുക്കന്മാരാക്കുന്ന ഇടം വേറെ ചിലതാണ്. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുമ്പോൾ, നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോൾ, ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, ഞാനായിക്കോട്ടെ ഇതിൻ്റെ സംഘാടകരായിക്കോട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കൺസേൺ ഈ കൂട്ടത്തിനോടായിരിക്കും. ഈ കൂട്ടം സേഫായിട്ടിരിക്കണം. ഇവിടെ ഉള്ളവർക്ക് വെള്ളം കിട്ടിയിട്ടുണ്ടോ, ഇവിടെ ഉള്ളവർ ചായ കുടിച്ചോ, ഇവിടെ ഉള്ളവർ കട്ട്ലേറ്റ് തിന്നോ, ഇവിടെ ഉള്ളവർ ഓക്കെ ആണോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുക. ഞാനൊരു കൂട്ടത്തിലായിരിക്കുമ്പോൾ ആ കൂട്ടത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറയുന്നതാണ് മനുഷ്യൻ്റെ നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. നമ്മളുടെ സ്വഭാവം അതാണ്. ഏതൊരു കൂട്ടത്തിൻ്റെ കൂടെയാണോ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ലോകം മുഴുവൻ ഒന്നാണെന്ന് നമ്മൾ പറയുമ്പോഴും ഈ കൂട്ടത്തിൻ്റെ പുറത്തുള്ളവർ നമ്മളിൽപ്പെട്ടവരല്ല. അവർ വെള്ളം കുടിച്ചോന്ന് നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ല. നാച്ചുറലായിട്ടല്ല, ഫങ്ഷൻ ചെയ്യില്ല. നമ്മുടെ ബ്രെയിനിന് അത് അറിയില്ല. പക്ഷെ നാരായണ ഗുരു തീർച്ചയായിട്ടും ആ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാനുള്ള ഒരു വഴി തുറന്നു കൊടുത്തിട്ടാണ് നാരായണ ഗുരു ഇരിക്കുന്നത്. അവരെല്ലാവരും ഞങ്ങൾക്കൊരു ജീവിതം കിട്ടിയതുപോലെയുള്ള സന്തോഷത്തിലാണ് ചുറ്റിയിരിക്കുന്നത്. പക്ഷെ ഗുരു നോക്കുന്നത് അവരിലേക്ക് മാത്രമല്ല, അവരെ നോക്കുന്നില്ല എന്ന് മാത്രമല്ല. ഇപ്പൊ ഗുരു കാണുന്നൊരു കാഴ്ച, ആ കൂട്ടത്തിൽ നിന്ന് കുറേ ദൂരെ മാറി രണ്ട് കുട്ടികൾ, വെറുമൊരു ചുള്ളിക്കമ്പ് പോലെയുള്ള കറുത്ത് മെലിഞ്ഞ് രണ്ട് കുട്ടികൾ അകലെ മാറി നിൽക്കുന്നു, ഇങ്ങോട്ട് വരാതെ. ഗുരു കാണുന്നത് ആ കുട്ടികളെയാണ്. ആ കാഴ്ചയാണ് ഗുരുവിൻ്റെ ദർശനം, നമുക്കില്ലാത്തത്. അത് അവരിൽ കാണുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ ഗുരു എന്ന് വിളിക്കുന്നത്. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്നു സർവവും. മറ്റത് നമ്മളുടെ കാഴ്ച, നമ്മൾ മനുഷ്യരുടെ കാഴ്ച നമ്മളുടെ കൂട്ടത്തിലുള്ളവരെ മാത്രമാണെങ്കിൽ, ഗുരുവിൻ്റെ കാഴ്ച കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെ, കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെ കാണുന്നു. ഗുരു ഈ കൂടെ ഇരിക്കുന്നവരോട് ചോദിക്കുന്നു, അവരെന്താണ് മാറി നിൽക്കുന്നത്? ആർക്കും മറുപടിയില്ല. കാരണം അവർ നമ്മളിൽപ്പെട്ടവരല്ല, ഗുരുവിന് ചുറ്റും ഇരിക്കുന്നവരിൽ പെട്ടവരല്ല, അവരെക്കാൾ കുറഞ്ഞ ജാതിയിൽപ്പെട്ടവരാണ്. പക്ഷെ ഗുരു അവരെ വിളിക്കുന്നു, അടുത്തേക്ക് വിളിക്കുന്നു. ഗുരു അടുത്തേക്ക് വിളിച്ചവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് നിർത്തുമ്പോൾ ആ രണ്ട് കുട്ടികളുടെയും കണ്ണ് നിറഞ്ഞിരുന്നുവെന്നും ഗുരുവിൻ്റെ കണ്ണും നിറഞ്ഞിരുന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് മാനവികത എന്നുള്ളത്. വളരെ സിമ്പിളാണ്. നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെ നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് കാണാനുള്ള ഒരു പരിഗണന നമ്മളുടെ ബോധത്തിൽ ഉണർന്നു വരുന്നിടത്താണ് ഒരാൾ മാനവികതയാകുന്നത്. അതൊരു ചിന്തയല്ല, അതൊരു ദർശനമല്ല, അതൊരു പ്രവൃത്തിയാണ്. ഉദാത്തമായ ചിന്തകൾ കൊണ്ട് ലോകത്താരും മാറിയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉദാത്തമായ ചിന്തയുണ്ട്. ഇവിടെ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നതും നമ്മളൊക്കെ ചിന്തിക്കുന്നതും ലോകത്തെ എത്രയോ ലൈബ്രറികൾ, എത്രയോ പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു കൂട്ടിയ, ഒരുപാട് ദർശനങ്ങളിലൂടെ കടന്നുപോയ നമ്മളൊന്നും മാനവികതയിൽ ജീവിക്കുന്നവരല്ല. നമ്മൾ മാനവികതയിൽ ജീവിക്കുന്നവരല്ല എന്നതിൻ്റെ തെളിവ് നമ്മുടെ അഭിപ്രായത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളുടെ അസ്വസ്ഥരാവുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പം നമ്മൾ അവഗണിച്ചവരെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ,
സാമൂഹിക ജീവിതത്തിൽ, പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ എന്തിനൊക്കെയാണോ നമ്മൾ ദിവസവും അവഗണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ മുഴുവൻ പരിഗണിച്ചു തുടങ്ങുക എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിൽ നിരന്തരം പ്രാക്ടീസ് ചെയ്ത വ്യക്തികൾ എന്ന നിലയിലാണ് ഈ ഗുരുക്കന്മാർ മാനവികതയുടെ വക്താക്കളാകുന്നത്. അല്ലാതെ ആത്മോപദേശ ശതകവും ഭഗവത്ഗീതയും ധർമ്മപദയും എഴുതി തന്നതുകൊണ്ടല്ല. യേശുക്രിസ്തു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊന്നും സുവിശേഷങ്ങളൊന്നുമല്ല ഓർമ്മ വരിക. സ്നേഹം എന്നുള്ള ഒരു വാക്കാണ് വരിക, ഒരു ഫീലാണ് വരിക. ബുദ്ധ എന്ന് കേൾക്കുമ്പോൾ ധർമ്മപദയല്ലല്ലോ വരുന്നത്, കരുണ എന്നാണ് വരിക. എന്തുകൊണ്ടാണ് ബുദ്ധ എന്ന് കേൾക്കുമ്പോൾ കരുണ എന്ന് വരുന്നത്? ഇപ്പൊ മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോൾ സാഹോദര്യം എന്ന് വരുന്നത്. നാരായണ ഗുരു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ആത്മോപദേശതകം, ദർശനമാല, ബ്രഹ്മവിദ്യാപഞ്ചകം ഇത് എഴുതിയ ഗുരു എന്നല്ല ഓർമ്മ വരുന്നത്. നമുക്ക് ചുറ്റും ഈ കേരളത്തിൻ്റെ തിരുവട്ടത്ത് മനുഷ്യരായി പോലും പരിഗണിക്കാതെ തള്ളി മാറ്റി നിർത്തിയിരുന്ന, ഏതോ വന്യജീവികളെ പോലെ തള്ളി മാറ്റി നിർത്തിയിരുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ച് എല്ലാവരും ഒരുപോലെ വ്യക്തിത്വമുള്ള മനുഷ്യരാണെന്ന് പറഞ്ഞ ആ ചേർത്ത് പിടിക്കലാണ്. പണ്ട് നടരാജഗുരുവിൻ്റെ അടുത്ത് ഫെയിൻ ഹില്ലിൽ ആദ്യമായിട്ട് ഗുരുനിത്യ പോയി ഒന്നിച്ച് താമസിക്കുന്ന കാലത്ത് ആ ചേരിയിലുള്ള കുട്ടികൾ മൂക്കളൊക്കെ ഒലിപ്പിച്ച് മുഷിഞ്ഞ് വസ്ത്രം ധരിച്ച് അവിടെ നിന്നും ആഴ്ചയിലും മാസത്തിലൊരിക്കലൊക്കെയാണ് അന്ന് കുട്ടികൾക്ക് കുളിക്കാൻ പറ്റും. ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് മാറ്റുക. തണുപ്പുള്ള സ്ഥലം അവിടെ മുഷിഞ്ഞ് നാറുന്ന വസ്ത്രം, കുളിക്കലൊന്നുമില്ല, മൂക്കൊലിപ്പിച്ച് ആ ഒരു തകരപ്പെട്ടിയിൽ, ചെറിയൊരു തകരപ്പെട്ടി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലാണ് നടരാജഗുരുവിൻ്റെ താമസം. ആ കുട്ടികൾ ഓടി വരും നടരാജഗുരുവിൻ്റെ അടുത്ത്. നടരാജൻ്റെ അടുത്ത് ഓടി വരുമ്പോൾ ഗുരുനിത്യ ചെന്ന സമയമാണ്. ഓടി വരുമ്പോൾ ഗുരുനിത്യ മക്കളെ തടഞ്ഞു നിർത്തിയിട്ട് പറയും, മക്കളെ, വളരെ സ്നേഹത്തിലാണ് പറയുന്നത്, ഒന്ന് മക്കൾ പോയിട്ട് ആ മൂക്കൊക്കെ ഒന്ന് ചീറ്റി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വാ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ മേലെ അഴുക്കാവും. അപ്പം നടരാജഗുരു നിത്യനോട് പറയും, നിത്യ അവരെ തടയരുത്. എത്രയോ നൂറ്റാണ്ടുകളായി നമ്മൾ ഈ അഴുക്കിൻ്റെ പലതരത്തിലുള്ള അഴുക്കുകളുടെ വാക്കും പറഞ്ഞ് അവരെ നമ്മൾ തള്ളി മാറ്റി നിർത്തുകയാണ്. ആ കുട്ടികൾ എൻ്റെ അടുത്തേക്ക് അവരുടെ മൂക്കളയുമായിട്ട് വരട്ടെ, അവരെന്നെ കെട്ടിപ്പിടിക്കട്ടെ. അവരെന്നെ കെട്ടിപ്പിടിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ പുരളുന്ന മൂക്കളയും അഴുക്കും കഴുകിയാൽ വൃത്തിയാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നീ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുണ്ടല്ലോ, അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ നോവ് അകന്നു പോയില്ല. ഇത് ഈ ഒരു ചെയ്തിയാണ്. ഈ ഒരു ചെയ്തിയിലൂടെയാണ് ഇവരെല്ലാം ഗുരുക്കന്മാരായിട്ട് മാറുന്നത്. ഞാൻ ഗുരുനിത്യയുടെ അടുത്ത് എത്തുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതേപോലെ 17 വയസ്സുള്ള ഒരു പയ്യൻ പലതരത്തിലുള്ള ഭ്രാന്തമായ അന്വേഷണങ്ങളിലൂടെ സഞ്ചരിച്ച് ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല. ഞാൻ പറയുന്നതൊക്കെ പൊട്ടത്തരങ്ങളാണ്. നീ എന്ത് വിഡ്ഢിത്തരാണ് പറയുന്നത്, സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുമെന്ന് എൻ്റെ ചുറ്റുള്ളവർ എന്നോട് പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നണം എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, മാറിയിരിക്കണം, നക്ഷത്രങ്ങളോട് സംസാരിക്കണം, മനുഷ്യനായിട്ട് അധികം സംസാരിക്കാൻ ഇഷ്ടമല്ല. ഒരർത്ഥത്തിൽ മനുഷ്യപ്പറ്റില്ലാതെ മറ്റു പലതിനോടും പറ്റുകൂടി നടക്കുന്ന കാലം. ആ സമയത്ത് ഞാൻ ഗുരുവിനെ കാണാൻ ആഗ്രഹിച്ച് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാനൊരു ഈ പറയുന്നത് പോലെ ഈ നാരായണ ഗുരു കൂട്ടത്തിൽ നിന്ന് മാറി എങ്ങനെയാണോ ആ 2 കുട്ടികളെ കണ്ടത്, അതുപോലെയാണ് പാങ്ങപ്പാറയിൽ ഗുരുവിൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ കുറേ മനുഷ്യരുണ്ട് ഗുരുവിന് ചുറ്റും. എല്ലാവരും വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ 3 പേര് കയറി ചെല്ലുന്നു. അതിലേറ്റവും പ്രായം കുറഞ്ഞതും ഈ പറയുന്നത് പോലെ ഒരു കാറ്റടിച്ചാൽ തെറിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ഞൊള്ളി പോലെയുള്ള ഞാൻ പിന്നിലൊരു സൈഡിൽ. അവിടെയും ഗുരു എന്നെ ആ മൂലയിൽ നിന്ന് അടുത്തേക്ക് വിളിച്ചിട്ട് എനിക്ക് ഇവരുടെ കൂടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കണമെന്ന് പറയുകയും ഗുരു തന്നെ ഗുരുവിൻ്റെ ക്യാമറയായിട്ട് വരികയും ഗുരു എന്നെ ആദ്യം വിളിക്കണം ഫോട്ടോ എടുക്കാൻ, ഇയാൾ വന്നു. അപ്പം എനിക്ക് ഈ ഗുരുക്കന്മാരുടെ അടുത്ത് നിൽക്കാൻ പാടുണ്ടോ? കാരണം അറിവുള്ളവരെ നിന്ന് എപ്പോഴും അകലം പാലിച്ച് മാത്രം നമുക്ക് ശീലം. അത് സ്കൂളിൽ പഠിപ്പിച്ച നഴ്സറിയിൽ പഠിപ്പിച്ച ടീച്ചറിൽ നിന്ന് തുടങ്ങി ജീവിതത്തിൽ എപ്പോഴും
അറിവുള്ളവർ എപ്പോഴും ഒരു ഗൗരവത്തിൽ മാറി നിൽക്കുകയും മുകളിൽ നിൽക്കുകയും അറിവ് തേടുന്നവരെപ്പോഴും താഴെയോ അകന്നോ ഭയഭക്തിയോടെ നിൽക്കുകയും വേണം എന്ന സംസ്കാരമാണ് നാച്ചുറലായിട്ട് നമ്മളിലുള്ളത്. ഇതൊരു തരം ജാതീയതയാണ്. അവിടെയാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നു. അപ്പം ഞാനിങ്ങനെ അകലെ മാറി നിൽക്കുമ്പോൾ അദ്ദേഹം എന്നെ ചേർന്ന് നിൽക്കടോ, ഞാൻ തൊട്ടുകൂടാത്തവനൊന്നുമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ച് അന്ന് ഫോട്ടോ എടുത്ത് ആ ഒരു ചേർത്ത് പിടിക്കാൻ അത് ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ഞാൻ പിന്നീട് ഗുരുനിത്യയെ കണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച് ഞാൻ കഴിഞ്ഞ 10-22 വർഷമായി കേരളവും പുറത്തൊക്കെ ഇങ്ങനെ അലഞ്ഞ് നടക്കുമ്പോഴും ഞാൻ ജീവിതത്തിൽ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് മനുഷ്യരെ തൊടാനാണ്. അടുത്ത് വരുന്നവരുടെ വിരലിലെങ്കിലും ഒന്ന് തൊടണം, മാറി നിൽക്കരുത്, ഒന്ന് തോളിലെങ്കിലും ഒന്ന് കൈവയ്ക്കണം. കാരണം ഈ ഗുരുക്കന്മാരൊക്കെ ചെയ്തിട്ടുള്ളത് തൊടലാണ്. മഗ്ദലനയെ യേശുക്രിസ്തു തൊടുകയാണ് ചെയ്തത്. അതിന് നമ്മൾ വിശുദ്ധരും മഹാന്മാരും ഒന്നും ആവണ്ട. കാരണം തൊടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സാധനയാണ്, മാനവിക ദർശനമാണ്. മനുഷ്യരെ തൊടുക. കാരണം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് കുട്ടികളെ കുറിച്ചാണ്. എൻ്റെ ഫ്രണ്ട്സ് കൂടുതൽ കുട്ടികളാണ്. ഞാൻ എൻ്റെ പുതിയ പുസ്തകവും കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത് കഴിഞ്ഞ 15 വർഷം സ്കൂളുകളിൽ സഞ്ചരിച്ച് പേരൻസിനോടും ടീച്ചേഴ്സിനോടുമാണ്. ലോകത്തിൽ ഇന്ന് കുട്ടികളുടെ ഡിപ്രഷനെ കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചും ഒക്കെ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നതിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, കുട്ടികൾ എന്തുകൊണ്ട് മയക്കമരുന്നിലേക്കും ഇതുപോലെയുള്ള അസ്വാഭാവികമായ അനാരോഗ്യപരമായ സ്വാതന്ത്ര്യ ചിന്തകളിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്, ഒന്ന്, മാതാപിതാക്കൾ കുട്ടികളെ ആലിംഗനം ചെയ്യുന്നതും ചുംബിക്കുന്നതും കുറഞ്ഞു പോയിന്നാണ്. സ്പർശിക്കുന്നില്ല, പറച്ചിലുകളേ ഉള്ളൂ. ഹൃദ്യമായിട്ടുള്ള സ്പർശനങ്ങൾ കുറഞ്ഞുപോയി. നമ്മൾ ഈ ഗുരുക്കന്മാരെ നമ്മൾ അടുത്ത് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ തന്നെ നോക്കൂ, നമുക്കൊരു ഇത്തിരി സ്നേഹം വരുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു, നമ്മളൊരു പുസ്തകം വായിക്കുന്നു. ആ പുസ്തകം വായിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അയാളൊന്ന് കാണാൻ തോന്നും, ഇയാളൊന്ന് കാണണം. നമ്മൾ ആ പുസ്തകത്തിൽ അയാളുടെ ഒരു ആശയം, ആ വ്യക്തി പറഞ്ഞ ഏതെങ്കിലും ഒരു ആശയമോ ഒരു കഥയോ ഒരു നോവലോ ഒരു കവിതയോ ഒരു ചിത്രമോ ഒരു സിനിമയോ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ചാൽ പിന്നെ നമ്മുടെ ഉള്ളിലെ ആഗ്രഹം അത് നിർമ്മിച്ച ആളെ ഒന്ന് വെറുതെ ഒന്ന് കാണണം. കാരണം നമ്മുടെ സാക്ഷാത്കാരം പൂർണ്ണമാവണമെങ്കിൽ, നമുക്കുള്ളിൽ തോന്നിയിട്ടുള്ള സ്നേഹം പൂർണ്ണമാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊന്ന് കാണണം. നമ്മൾ TV-യിൽ കാണും, യൂട്യൂബിൽ കാണും, പക്ഷെ നേരിട്ട് കാണണം. നേരിട്ട് കണ്ട് നമ്മൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് നമുക്കൊരിഷ്ടം തോന്നിയാൽ പിന്നെ നമുക്കൊന്ന് തുടങ്ങുന്നു തോന്നും, വെറുതെ ഒന്ന് കൈപിടിക്കാൻ തോന്നും, കുറച്ചു നേരം അടുത്തിരിക്കാൻ തോന്നും, ഇങ്ങനെ അടുത്തടുത്തടുത്തിരിക്കാൻ തോന്നും. തങ്ങളിലേക്ക് വന്ന മനുഷ്യരെ മുഴുവൻ അടുത്തിരുത്തി എന്നുള്ളതാണ്, ഫിസിക്കലി അടുത്തിരുത്തി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു കുറവ് എന്ന് പറയുന്നത്. നമ്മൾ ആരെയും അടുത്തിരുത്തുന്നില്ല. കാരണം നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ സ്വഭാവം മനുഷ്യരെ അകറ്റി നിർത്തുക എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾ യാത്രയിൽ വരുന്ന സമയത്ത് ശ്രീകുമാർ എന്നോട്, ഞാൻ ശ്രീകുമാരൻ സംസാരിക്കുമ്പോൾ ശ്രീകുമാർ ഒരു കാര്യം ചോദിച്ചു, നമ്മളെന്താണ് ഈ മനുഷ്യരെ നെഗറ്റീവായ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉറച്ചു നിൽക്കുന്നത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഉള്ളിലെ മനസ്സിലെപ്പോഴും വരിക, കുറ്റങ്ങളും കുറവുകളാണ് വരുന്നത്, നന്മ വരുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏതൊരു നെഗറ്റീവായ കാര്യം എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതെപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടും. പിന്നെ അത് വെച്ചിട്ടാണ് മനുഷ്യർ മുഴുവൻ നമ്മളെ കാണുക. ഇതെന്താണ് ഈ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഒരു പ്രവണത? എന്താണ് ഈ മനുഷ്യൻ ഇത്ര മോശമായിപ്പോയത്? മനുഷ്യൻ മോശമായി പോയതല്ല. നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് ഈ ഭാരതീയ ദർശനങ്ങളുടെ, അത് മനഃശാസ്ത്രമായിക്കൊള്ളട്ടെ ഏത് ശാസ്ത്രമായിക്കൊള്ളട്ടെ, പ്രത്യേകത അതെപ്പോഴും പ്രത്യക്ഷത്തിലുള്ളതിനെ കണ്ട് വിധിക്കാതെ
അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് സഞ്ചരിച്ച് അതിൻ്റെ റിയൽ ആയിട്ടുള്ള കാരണം എന്ത് എന്ന് കണ്ടെത്തുന്ന ഒരു രീതിയായിരുന്നു. ഒരാൾ പൊട്ടിത്തെറിച്ചു, ദേഷ്യം പിടിച്ചു, ഉടനെ ദേഷ്യത്തിന് മരുന്ന് കൊടുക്കില്ല ഒരു ഋഷിയും. എന്തുകൊണ്ടാണ് അയാൾക്ക് ദേഷ്യമുണ്ടായത് എന്നതിലേക്ക് പോകും. ഇപ്പൊ നാരായണ ഗുരു തന്നെ പറയുന്നു, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച് അഘമണയാതെ അകതാരമർത്തിടണം. ഗുരു പറയുന്നത് ചിലതൊക്കെ നമ്മൾ അടക്കി വെക്കണം എന്നാണ് പറയുന്നത്. ഒന്ന് ആദ്യം തന്നെ ഗുരു പറയാൻ ശ്രമിക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മളുടെ നാച്ചുറൽ ഫങ്ഷനിങ് എന്ന് പറയുന്നത് ലോകത്തിലുള്ള സർവ്വതും എൻ്റെ സമാധാനത്തെ നിലനിർത്താൻ വേണ്ടി ആവണം. ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് അങ്ങനെയാണ്. എൻ്റെ സമാധാനം, എൻ്റെ സ്വസ്ഥത, അതിനോട് ചേർന്ന് നിൽക്കുന്നവരോട് എനിക്ക് സ്നേഹം, അതിനോട് ഏതെങ്കിലും രീതിയിൽ വിമർശിക്കുകയോ എതിർത്തോ മാറി നിൽക്കുന്നവരൊക്കെ എനിക്ക് ശത്രുക്കളാണ്. ഇങ്ങനെയാണ് നമ്മളുടെ ബോധം രൂപപ്പെട്ടിട്ടുള്ളത്. മനുഷ്യൻ്റെ പരിണാമം നമ്മൾ ആഴത്തിൽ പഠിച്ചാൽ, ഇപ്പോൾ ശ്രീകുമാർ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ പിന്നിലേക്ക് പോകണം. മനുഷ്യൻ്റെ പരിണാമ ചരിത്രത്തിൽ മനുഷ്യൻ ഈ ഭക്ഷ്യശൃംഖലയുടെ മിഡിലായിരുന്നു എന്ന് കരുതുന്ന കാലത്ത് മനുഷ്യനെ ഭക്ഷിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. ചെറിയ ചെറിയ സംഘങ്ങളായി, ഗോത്രങ്ങളായിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ചെറിയ ചെറിയ അതിരുകളാണ്. ആ ടെറിട്ടറിയിലേക്ക് അടുക്കുകയോ അത് മുറിച്ചു കടക്കുകയോ ചെയ്താൽ ആരാലും ആക്രമിക്കപ്പെടും, കൊല്ലപ്പെടും. നമ്മളും ഭയന്നാണ് ഇരിക്കുന്നത്. പുറത്തിറങ്ങിയൊരു ഭക്ഷണം കഴിക്കാമെന്ന് കരുതിയാൽ നമ്മൾ ഏത് ജീവി വന്നാണ് ആക്രമിക്കാമെന്ന് അറിയില്ല. അതുകൊണ്ട് ഒരു ജീവന്റെ നിലനിൽപ്പിനെയും തുടർച്ചയെയും സുരക്ഷിതമാക്കണമെങ്കിൽ തൻ്റെ ചുറ്റുപാടിനെ എപ്പോഴും സംശയത്തോടെ വീക്ഷിക്കേണ്ടത് അനിവാര്യമായിരുന്ന ഒരു ജീവബോധമാണ് നാച്ചുറലായിട്ട് നമുക്കുള്ളത്. എപ്പോഴും നോക്കണം, ആരെയാലെങ്കിലും ആക്രമിക്കപ്പെടുമോ എന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു ബോധമാണ് ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിട്ടുള്ളത്. അങ്ങനെ ജീവിച്ച ജീനുകളാണ് ഇപ്പോഴും നമ്മളുടെ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. നമ്മളിപ്പോൾ ഇങ്ങനെ വട്ടത്തിലിരുന്ന് അപ്പുറത്തിപ്പുറത്തിരിക്കുന്നവരെയും ഭയക്കാതെ, തൊട്ടടുത്തിരിക്കുന്ന ആൾ എന്നെ തല്ലിക്കൊല്ലില്ല എന്നൊരു വിശ്വാസത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് വർഷമായിട്ടുള്ളൂ. ഏറ്റവും കൂടിയത് 100 വർഷം. നമുക്കറിയാലോ, 100 വർഷം മുമ്പ് വീട്ടിലൊക്കെ തലേനയുടെ അടിയിലും മടാള വെച്ചും കത്തി വെച്ചും ആണ് കിടന്നുറങ്ങിയിരുന്നത്. ഞാൻ 1000 വർഷം മുമ്പത്തെ കഥയല്ല പറയുന്നത്. നൂറ്റാണ്ടുകളായി നമ്മൾ ജീവിച്ചിരുന്നത് അങ്ങനെയാണ്. അപ്പൊ മനുഷ്യന്റെ ഈ ശരി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച് ശീലിച്ചതാണ് ബ്രെയിനിന് ശരി. നമ്മുടെ ബ്രെയിന് ശരിയായിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കാലം ഏതാണോ ജീവിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ ചിന്തയല്ല ബ്രെയിൻ അതിൻ്റെ ശരിയെ നിർണ്ണയിക്കുന്നത്, എൻ്റെ ചിന്തയല്ല. ഞാൻ എത്ര ഇവിടെ വിശാലമായി സംസാരിക്കുമ്പോഴും ഒരാളവിടെ കാലുമ കാലേറ്റ് വെച്ച്, 2 ആൾ കാലുമ കാലേറ്റ് വെച്ചിരിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് അസ്വസ്ഥതയില്ലാത്തത് ഇത് ഞാൻ എവിടെയൊക്കെയോ ശീലിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആൾ അസ്വസ്ഥാവും, കാലുമ കാലേറ്റ് വെച്ചിരിക്കാൻ നിങ്ങൾക്കും കഴിയില്ല. മാത്രമല്ല, ഈ ഹാളില് കുറേ പേര് 100 വർഷം മുൻപാണെങ്കിൽ എന്താണ് എൻ്റെ ശരി, കുറേ പേര് പുറത്തു നിന്ന് എൻ്റെ ക്ലാസ് കേൾക്കുന്നുണ്ടാവും. കുറച്ച് പേര് ഇവിടെ താഴെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും. പ്രധാനപ്പെട്ട കുറച്ച് ആളുകൾക്ക് കസേര ഉണ്ടാവും, ബാക്കിയുള്ളവർ നിൽക്കുന്നുണ്ടാവും. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് ബ്രെയിനിന് ഒരു കാലത്തും തോന്നിയിട്ടില്ല. കുറച്ച് പേർക്ക് മാത്രമാണ് തോന്നിയത്. ഭൂരിപക്ഷത്തിനും അതായിരുന്നു ശരി. കാരണം അതാണ് നൂറ്റാണ്ടുകളായി ശീലിച്ചു പോകുന്നത്. അപ്പൊ നൂറ്റാണ്ടുകളായി നമ്മൾ ശീലിച്ചു പോകുന്നതിനെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു പണിയും, ഒന്ന് ചോദ്യം ചെയ്യുക, 2 അതിനപ്പുറത്തുള്ള ഒരു ശരിയിലേക്ക് പോയി പ്രവൃത്തിയിലൂടെ അതിനെ തിരുത്തുകയും ചെയ്യുക എന്ന് പറയുന്ന 2 പണികളാണ് ലോകത്തിൽ ഓരോ കാലഘട്ടത്തിലുണ്ടായ ഗുരുക്കന്മാർ എപ്പോഴും ചെയ്തിട്ടുള്ളത്. നടരാജ ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂല്യ നവീകരണം ചെയ്യുക, റീവാലുവേഷൻ. നമ്മളുടെ മൂല്യബോധത്തെ
പുനഃസൃഷ്ടിക്കുക, നവീകരിച്ച് അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പണി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമുക്കൊരാളെ കാണുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് അയാളെ സൂക്ഷിക്കണമെന്ന് തോന്നുന്നതിൻ്റെ കാരണം, ഏറ്റവും കൂടുതൽ കാലം ഇവിടെ സുരക്ഷിതമായി ജീവിക്കണമെങ്കിൽ അപ്പുറത്തിരിക്കുന്നവരെ സംശയത്തോടെ കാണണം എന്ന സംസ്കാരത്തിൽ നമ്മൾ ജീവിച്ചതുകൊണ്ടാണ്, സാമൂഹിക പരിതസ്ഥിതിയിൽ ജീവിച്ചതുകൊണ്ടാണ്. ഇന്ന് സാഹചര്യം അതല്ല. ഈ സ്ഥൂലമായ ജീവികളെ നോക്കി നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് ഈ ഭൂമിയിൽ ജീവികളിൽ നടക്കുന്നത് എന്ന് സ്ഥൂലമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ജീവികളെ നോക്കി പറഞ്ഞത് ഇപ്പോൾ ഇന്ന് നമ്മളുടെ സൂക്ഷ്മമായിട്ടുള്ള നമ്മുടെ ജനിതകത്തെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിക്കുന്നവർ പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തേക്കാൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള സഹകരണമാണ് നമ്മളുടെ ശരീരത്തിൽ സൂക്ഷ്മമായ ജീവികൾക്കിടയിൽ നടക്കുന്നത് എന്നാണ്. ബാഹ്യമായി സമരത്തെയാണ് നമ്മൾ, സങ്കീർണമായ ജീവികളിൽ സമരമാണെങ്കിൽ സൂക്ഷ്മമായി നോക്കുമ്പോൾ നിലനിൽപ്പിന് ഇവിടെ ചെറിയൊരു മുറിവ് എൻ്റെ കയ്യിലുണ്ടായാൽ അതുവരെ അടികൂടിയിരുന്ന എൻ്റെ ശരീരത്തിലുള്ള ജീവികൾ ഈ മുറിവ് ഉണക്കാൻ വേണ്ടി ഒരുമിക്കുന്ന കാഴ്ചയാണ് ബോഡിയിൽ കാണുന്നത്. അപ്പൊ ഇതുപോലെയാണ് ആധുനിക സമൂഹത്തിലേക്ക് മനുഷ്യൻ രൂപപ്പെട്ടു വന്നപ്പോൾ അതിർത്തികളൊക്കെ നമ്മൾ വിശാലമാക്കി വന്നപ്പോൾ ഗുരു നമ്മളോട് പറയുന്നത്, ഇനി ഒരുപാട് അതിരുകളെ നിങ്ങൾ ഭയക്കണ്ട. നമ്മുടെ ഉള്ളിൽ ആ പഴയ സംസ്കാരം വന്ന് അത് അന്യനാണ്, ശത്രുവാണ്, ഏത് നിമിഷവും അവനാൽ നീ വധിക്കപ്പെടും, കൊല്ലപ്പെടുമെന്നുള്ള നിന്റെ നാച്ചുറലായ ഇൻസ്റ്റിങ്ക്റ്റിനെ നീ ചിന്ത കൊണ്ട് ക്യാൻസൽ ചെയ്യും. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാഭി ചെയ്തിടുന്നു ജഗതിയിൽ ഈ മതം ഏകം. അതുവരെ ഗുരു ആധുനിക കാലത്ത് ജനിച്ചതുകൊണ്ട് ഗുരു പറയുകയാണ്, ഓരോ കാലങ്ങളിൽ ഓരോ ദേശങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗങ്ങൾ, അതൊരു ഗോത്ര വിഭാഗമാണ്. അവർക്കിടയിൽ ഒരു ദർശനം ഉണ്ടായി, അവരെല്ലാവരും ആ ദർശനം സത്യമെന്ന് കരുതി ജീവിച്ചു. തൊട്ടപ്പുറത്ത് അതുപോലെ മറ്റൊന്നുണ്ടായി, അതിനപ്പുറത്ത് വേറൊന്നുണ്ടായി. കാലം ഒഴുകി വന്നപ്പോൾ ഈ 3 പേരും ഇടകലർന്ന് ജീവിക്കേണ്ട സാമൂഹിക സാഹചര്യം ഉണ്ടായി. അപ്പൊ ഗുരു പറയുന്നത്, അന്ന് ആ ഓരോന്നും ശരി തന്നെ, പക്ഷെ ഇടകലർന്ന് ജീവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാവേണ്ടതുണ്ട്. കാരണം വ്യത്യസ്തതകളുമായി ഇടപഴകി ശീലിച്ച സ്വഭാവം മനുഷ്യന് വളരെ കുറവേ ഉള്ളൂ. ഇപ്പോഴും അങ്ങനെയാണല്ലോ. നോക്കൂ, നമ്മളൊരു ചർച്ചിലും ഒരു മോസ്കിലും ഒരു അമ്പലത്തിലും പോകുന്ന പോലെ ആളുകൾ ഈ ഫ്രീ സർക്കിളിന്റെ പരിപാടിക്ക് വരില്ല. കാരണം എന്താണ്? ഇത് വ്യത്യസ്തതകൾ ഒരുമിച്ചിരിക്കണം. ഇതിൻ്റെ ഉള്ളിൽ പല ഗോത്ര സംസ്കൃതിയിലുള്ള മനുഷ്യരുടെ ഏകതയാണ്, തുല്യതയാണ്. ഇവിടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, ദൈവത്തിൽ അവിശ്വസിക്കുന്നവരുണ്ട്, പലതരം വിശ്വാസികളുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്, ശാസ്ത്രം പറയുന്നവരുണ്ട്, സംഗീതം പറയുന്നവരുണ്ട്, സിനിമ പറയുന്നവരുണ്ട്. ഈ വ്യത്യസ്തതകൾ ഒരുമിച്ചിരുന്നിക്കുന്ന ഇടങ്ങളിൽ എപ്പോഴും കുറച്ച് മനുഷ്യരെ ഉണ്ടാകൂ എന്നതിൻ്റെ കാരണം, എന്നാൽ ഒരു പ്രത്യേക വിശ്വാസത്തെ പറയുന്ന ഇടത്തേക്ക് നോക്കിയാൽ അവിടെ ഒരുപാട് മനുഷ്യരുണ്ടാവും. എന്തുകൊണ്ടാണ്? മനുഷ്യന് ചിന്തിക്കാൻ പ്രയാസമാണ്. അടിസ്ഥാനപരമായി മനുഷ്യൻ ചിന്തിക്കുന്ന ജീവിയല്ല, ഫോളോ ചെയ്യുന്ന ജീവിയാണ്. ഫോളോ ചെയ്യാനാണ് നമുക്കിഷ്ടം. ദേഷ്യം വരുന്നു, ദേഷ്യം വളരെ നാച്ചുറലാണ്. ദേഷ്യം റിലീജിയസ് ആണ്. റിലീജിയൻ എന്ന് പറയുമ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. നമ്മളുടെ ശീലങ്ങൾക്ക് വിധേയമായി, നമ്മളുടെ വിശ്വാസങ്ങൾക്ക് വിധേയമായി മാത്രം ഫങ്ഷൻ ചെയ്യുന്നതിനെയാണ് ശീലം എന്ന് പറയുക. അതാണ് റിലീജിയസ് എന്ന് പറയുന്നത്. അപ്പൊ ദേഷ്യം പിടിക്കുക എന്ന് പറയുന്നത് എൻ്റെ ശീലത്തിൻ്റെ നാച്ചുറൽ ഒരു ഫങ്ഷനിങ് ആണ്. ക്ഷമ എന്ന് പറയുന്നത് സ്പിരിച്വലാണ്. അപ്പുറത്തിരിക്കുന്നവരെ കൂടി പരിഗണിക്കുക എന്ന് പറയുന്നത് ക്ഷമയിലൂടെ മാത്രമേ സാധ്യമാവൂ. നാച്ചുറലായിട്ട് സാധ്യമാവില്ല. നാച്ചുറലായിട്ട് നമുക്ക് നമ്മളോട് ചേർന്നിരിക്കുന്നവരെ മാത്രമേ പരിഗണിക്കാൻ പറ്റൂ. ഭാര്യ ആയാലും മക്കളായാലും പോലും. ശത്രുവിനെ അയൽക്കാരനെ കുറിച്ചല്ലാണ്ട് പറയാം. നാച്ചുറലായിട്ട് എനിക്ക് എൻ്റെ തീരുമാനങ്ങളോട്, എൻ്റെ അഭിപ്രായങ്ങളോട്, എൻ്റെ ശരികളോട് ചേർന്നിരിക്കുന്നവരെ പരിഗണിക്കാൻ നമുക്ക് യാതൊരു വിരോധമല്ല. പക്ഷെ വ്യത്യസ്തമായ അഭിപ്രായമുള്ള, വ്യത്യസ്തമായ ശീലങ്ങളുള്ള, വ്യത്യസ്തമായ സംസ്കാരങ്ങളുള്ള
മനുഷ്യരെ പരിഗണിക്കാൻ എളുപ്പമല്ല. ഗുരുനിത്യ ആദ്യമായിട്ട് അമേരിക്കയിൽ പോയ സമയത്ത് ഇവരെന്നെ എഴുതുന്നുണ്ട്. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ചെല്ലുകയാണ്. ഒരു പെൺകുട്ടി ട്രൗസർ ഇട്ട് മേശയുടെ മുകളിൽ കാലുമ കാലിയിട്ട് വെച്ചിരിക്കുക. ഹായ് നിത്യ, യു ആർ വെൽക്കം, യുവർ റൂം ഈസ് റെഡി, യു ക്യാൻ ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ് എന്ന് പറയും. ഗുരു പറയുന്നത് നിന്ന് നിൽപ്പിൽ എൻ്റെ തൊലിയും കാവിയും ഒക്കെ ഉരിഞ്ഞു പോയിന്നാണ്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അനുഭവം. പഠിച്ചിട്ടുണ്ട്, മാനാപമാന സമമാനസനായിരിക്കണം സ്വാമി. ഏതൊരു സന്യാസിയും ഏത് സന്ദർഭത്തിലും എന്തുണ്ടായാലും മാനാപമാനങ്ങളെ സമമനസ്സോടുകൂടി സ്വീകരിക്കണമെന്ന് പഠിക്കുകയും നിരന്തരം ക്ലാസ് എടുക്കുകയും ചെയ്ത സ്വാമിയാണ് ഞാൻ. ഗുരു പറയുന്നത്. പക്ഷേ ഞാൻ ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ മുഴുവൻ എനിക്ക് ബഹുമാനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആളുകൾ ചെല്ലുമ്പോൾ ഉടനെ ലഡു തരും, ഭക്ഷണം തരും, കാൽക്കൽ വന്ന് വീഴും, നമസ്കരിക്കും. ബഹുമാനത്തോടു കൂടി മാത്രമേ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. എൻ്റെ തലച്ചോറിന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോഴാണ് ഒരു പെൺകുട്ടി കാലുവ കാലിയിട്ട് വെച്ചിരിക്കുന്നത്. തകർന്നു പോയി. 5 മിനിറ്റ് എടുത്തു എനിക്ക് നോർമൽ ആവാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഗുരുവിന്റെ അറിവ് കൊണ്ട് അനുഭവിച്ചിട്ടില്ല, ശീലിച്ചിട്ടില്ല. പിന്നീട് ആ കുട്ടി വരികയും അദ്ദേഹത്തോട് സംസാരിക്കുകയും, ഞാൻ ആ വായനയുടെ ഒരു മൂഡിലായിരുന്നു. അവർക്ക് പ്രായമുള്ളവരെ ബഹുമാനിക്കുക. നമ്മൾ ഒരിക്കലും ഈ പ്രായമുള്ളവരെ ബഹുമാനിക്കേണ്ട ഒരു ആവശ്യമില്ല. പണ്ട് എന്തുകൊണ്ടായിരുന്നിരിക്കും, ഇതാണ് ഈ റൂട്ടിലേക്ക് പോവുക. പണ്ട് എന്തുകൊണ്ടായിരുന്നിരിക്കും പ്രായമുള്ളവരെ നമ്മൾ ബഹുമാനിച്ചിരുന്നത്? ഒരു കാരണം ഉണ്ടാവണമല്ലോ. നമ്മൾക്ക് വരമൊഴി രൂപപ്പെടുന്നതിന് മുൻപ് അറിവ് മുഴുവൻ വായ്മൊഴിയായി കൈമാറിയിരുന്ന കാലത്ത് അറിവ് മുഴുവൻ വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരുന്നു. ഏറ്റവും പ്രായമുള്ള ആളിലാണ് ഏറ്റവും കൂടുതൽ അറിവുണ്ടാവുക. പ്രകൃതിയെക്കുറിച്ച്, പരിസ്ഥിതി. അപ്പൊ ഈ ഒരു ഇല എടുത്തുകൊണ്ട് പോയിട്ടാൽ ഈ ഇല തിന്നാൽ ചത്തുപോകോ, ഇല്ലാതെ നീ കഴിച്ചോ. ഇപ്പൊ ഇനിയിപ്പോ മഴ പെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പൊ എങ്ങനെ നോക്കണം, മഴ പെയ്യില്ല, നെല്ല് വെയിലത്തിട്ടോ, എല്ലാം പറയും. അറിവിന്റെ കേന്ദ്രം പ്രായമായവരായിരുന്നു എന്നതുകൊണ്ടാണ് പണ്ട് പ്രായമായവരെ ബഹുമാനിച്ചിരുന്നത്, അല്ലാതെ പ്രായം ആയതുകൊണ്ടല്ല. ഇപ്പോഴും ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നവരുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന ജീവി അല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 60 വയസ്സ് ഇപ്പോഴും ആഘോഷിക്കും. പണ്ട് എന്തുകൊണ്ടായിരുന്നിരിക്കും 60 വയസ്സ് ആഘോഷിച്ചിരുന്നത്? പണ്ട് 60 വയസ്സ് കഴിയുക എന്ന് പറയുന്നത് അത്ഭുതമായിരുന്നു. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പോലും നമ്മുടെ ആവറേജ് ആയുസ് 48 ആയിരുന്നു, 47 പോലും. ഇപ്പൊ ഒരാൾ 60 വയസ്സ് കഴിയുക എന്ന് പറയുന്നത് അയാൾ വലിയൊരു ജീവിതം അതിജീവിച്ച ആളാണ്. ഇവിടെ ഇന്ന് നമ്മൾ 60 വയസ്സിൽ 70 വയസ്സാണ് യുവാക്കന്മാരായിട്ടിരിക്കുന്ന കാലത്താണ് ഇപ്പോഴും നമ്മൾ ഷഷ്ടിപൂർത്തി ആഘോഷിക്കും. എന്തുകൊണ്ട്? നമ്മൾ ശീലങ്ങളെ പിന്തുടരുക, ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നില്ല. നമ്മൾ കയറി വരുമ്പോൾ ഒരു പെൺകുട്ടി എന്തിനും എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേറ്റ് നിൽക്കുന്നതാണ് ബഹുമാനം. ആര് പറഞ്ഞു? നമ്മൾ ശീലിച്ചതാണ്. നമ്മൾ അമേരിക്കയിലോ യൂറോപ്പിലോ പോയി കഴിഞ്ഞാൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും എഴുന്നേറ്റ് നിൽക്കില്ല. അവിടെയുള്ള ആർക്കും അത് ബഹുമാനക്കുറവായിട്ട് തോന്നിയിട്ടില്ല. അവർ ബഹുമാനം ഇല്ലാത്തവരായി ഇരിക്കുന്നുമില്ല. ഗുരുനിത്യക്ക് പോലും അത് റിയലൈസ് ചെയ്യാൻ സമയമെടുത്തു. അപ്പൊ ഈ ബഹുമാനം എന്നതിന് നമ്മൾ കൊടുത്തിട്ടുള്ള അർത്ഥം നമ്മൾ ശീലിച്ച് ഉറച്ച ചെയ്തികൾ. ഒരാൾ എണീറ്റ് നമസ്കാരം പറഞ്ഞാൽ നമ്മൾ പറയും എന്തൊരു വിനയമുള്ള ആളാണ്. അവിടെ ഒരാൾ ഇരിക്കണം. നമ്മളെ കണ്ട് എണീറ്റ്, പ്രായമില്ലാത്തൊരു കുട്ടി എണീറ്റില്ലെങ്കിൽ കൊള്ളരുതാത്തവർ, വളർച്ചാ ദോഷം എന്ന് പറഞ്ഞ് തള്ളു. ഇന്നത്തെ കുട്ടികളിന് ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നില്ല. അത് വന്നാൽ അതെന്നെ സംസാരിക്കും. അപ്പൊ നാരായണ ഗുരുവിലേക്ക് എത്തുമ്പോൾ നാരായണ ഗുരു നമ്മളോട് ആദ്യം പറയുന്നത് ലോകത്തുണ്ടായിട്ടുള്ള വ്യത്യസ്തമായ മതവിശ്വാസങ്ങളെ, ഗോത്രവിശ്വാസങ്ങളെ, ശീലങ്ങളെ പിന്തുടരുന്ന ജീവിയാണ് മനുഷ്യൻ. അത് എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, നാച്ചുറലായിട്ട് പോവില്ല. ജോസഫ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലൊക്കെ ക്രിസ്ത്യാനി എന്ന് വരും. നിങ്ങൾക്ക് മതമുള്ളവരായാലും മതമില്ലാത്തവരായാലും മനുഷ്യൻ എന്ന് വരില്ല, നാച്ചുറലായിട്ട് വരില്ല. ജോസഫ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോധത്തിൽ ആദ്യം ഉണരുക ക്രിസ്ത്യാനി എന്നായിരിക്കും. അപൂർവ ആളുകൾക്ക് മാത്രമേ മനുഷ്യൻ എന്ന് വരും. പക്ഷെ ഒരു പൂച്ച നില പോയി കഴിഞ്ഞാൽ പൂച്ച എന്ന് ആദ്യം വരിക, പിന്നെയാണ് അത് പേർഷ്യനാണോ എന്നൊക്കെ വരുള്ളൂ. പൂച്ച എന്ന് നമ്മൾ പറയാം. പേരൂര് തൊഴിൽ
ഇത് മൂന്നും പോരും ആയതു കേൾക്കുക, ആരു നീ എന്നു കേൾക്കേണ്ട, നേര് മെയ് തന്നെ ചൊൽകയാൽ. നാരായണ ഗുരു പറയുന്നതാണ്. ഒരാളെ കണ്ടാൽ പേര്, ഊര്, തൊഴിൽ, ഇത് മൂന്നും ചോദിച്ചോ. ആരു നീ എന്ന് കേൾക്കേണ്ട, മനസ്സ് ചോദിക്കും. ആരാ നീ, ശരിക്കും നീ ആരാന്ന് ചോദിക്കും. പണ്ടത്തെ പോലെ ഇപ്പൊ ഗുരു പറയണ്, ആര് നീ എന്ന് ചോദിക്കല്ലേ, നേര് മെയ് തന്നെ ചൊൽകയാൽ. ആ വന്ന് നിൽക്കുന്ന ആളുടെ ശരീരം തന്നെ പറയുന്നുണ്ട് ഇതൊരു മനുഷ്യനാണെന്ന്. പക്ഷെ നമ്മുടെ ബ്രെയിനിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് മനുഷ്യനാണെന്ന് ആദ്യം മനസ്സിലാകുന്നില്ല. ആദ്യം മനസ്സിലാകുന്നത് എന്താണ്? ഞാൻ പാലുവായിക്കാരൻ, തൃശ്ശൂർക്കാരൻ, കേരളീയൻ, ഇന്ത്യക്കാരൻ, സൗത്ത് ഇന്ത്യക്കാരൻ, അല്ലെങ്കിൽ ഭൂമിയിൽ ജനിച്ചവൻ, ഇനി അവിടെ പോയ വെളുത്തവൻ, കറുത്തവൻ, മുസ്ലിം, മുസ്ലിമിൽ ജമാഅത്ത് ഇസ്ലാമി, ഇനി ക്രിസ്ത്യാനികൾ, പ്രൊട്ടസ്റ്റന്റ്, കാത്തലിക്, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം വേണം മനുഷ്യക്കാരൻ. എന്തുകൊണ്ടാണ്? മനുഷ്യൻ, നമ്മൾ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരുടെ കൂട്ടത്തിലിരുന്ന് നമ്മൾ മനുഷ്യരാണ് എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടില്ല. ജീവൻ രൂപപ്പെട്ടത് മുതൽ ജീവൻ കടന്നു വന്നിട്ടുള്ള എല്ലാ ജീവരൂപങ്ങളുടെയും, മനുഷ്യൻ രൂപപ്പെട്ടത് മുതൽ മനുഷ്യൻ കടന്നു വന്നിട്ടുള്ള എല്ലാ മനുഷ്യ സംസ്കാരങ്ങളുടെയും സംഘാതമാണ് മനുഷ്യ ശരീരത്തിലിരിക്കുന്ന ബോധം. ശരീരത്തിൽ മാത്രം മനുഷ്യരായി മാറുകയും ബോധത്തിൽ